ശാസ്ത്ര ഗവേഷണങ്ങളും ശാസ്ത്ര പ്രവർത്തനങ്ങളും ഗ്രീൻ ഫ്യൂച്ചറും ഒരുപോലെ ലക്ഷ്യം വെക്കുന്നവയായിരിക്കണമെന്ന് കഴിഞ്ഞ ശാസ്ത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തു. ഇത്തവണത്തെ ശാസ്ത്ര കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന ആപ്തവാക്യം അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്ന കാര്യത്തിൽ സന്തോഷമുണ്ട്. ടെക്നോളജി ട്രാൻസ്ഫോർമേഷൻ ഫോർ എ ഗ്രീൻ ഫ്യൂച്ചർ എന്നതാണ് തികച്ചും കാലിക പ്രസക്തമാണത്. കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതിക്ഷോഭങ്ങളും ലോകത്താകമാനം ഉണ്ടാവുകയാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ നിരവധി പ്രകൃതിക്ഷോഭങ്ങളെ നമ്മുടെ നാടിന് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. ഇതിന് കാരണമാകുന്നത് കാലാവസ്ഥാ വ്യതിയാനമാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശമോ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗമോ മാത്രം മനസ്സ് വെച്ചാൽ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ കഴിയില്ല. അതിനുതകുന്ന നയരൂപീകരണം നടത്തേണ്ട വേദികളാകട്ടെ ഐകകണ്ഠ്യേനയുള്ള തീരുമാനങ്ങളൊന്നും കൈക്കൊള്ളുന്നുമില്ല. ഇക്കഴിഞ്ഞ COP29 ഉച്ചകോടി തന്നെ ഒരു ഉദാഹരണം. കാർബൺ ബഹിർഗമനം കുറക്കുന്നതിനോ അമിത ലാഭം കൊയ്യുന്നതിനുള്ള ചൂഷണം നിയന്ത്രിക്കുന്നതിനോ വ്യക്തമായ മാർഗരേഖകളൊന്നും ആ ഉച്ചകോടിയിൽ രൂപപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് തീരുമാനിക്കട്ടെ, എന്നിട്ട് നമുക്ക് നടപടികൾ കൈക്കൊള്ളാം എന്ന ധാരണയല്ല ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനുള്ളത്. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിന് നമ്മളാൽ കഴിയും വിധമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ കേരളം മുന്നോട്ട് പോവുകയാണ്. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയും ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബുകൾ ഉണ്ടാക്കിയും പുനരുപയോഗ സാധ്യതയുള്ള ഊർജ സ്രോതസ്സുകളെ ഉപയോഗപ്പെടുത്തിയുമെല്ലാം നാം മുന്നോട്ട് പോവുകയാണ്. 2040 കേരളത്തിന് ആവശ്യമായ വൈദ്യുതോർജ്ജത്തിൻ്റെ 90% പുനരുപയോഗ സാധ്യതയുള്ള ഊർജ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ അഥവാ നെറ്റ് സീറോ കാർബൺ എമിഷൻ സംസ്ഥാനമാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. ഗ്രീൻ ഫ്യൂച്ചർ എന്ന ലക്ഷ്യത്തെ എത്ര ഗൗരവത്തോടെയാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സർക്കാരിൻ്റെ ഇത്തരം മുൻകൈകളെ ശക്തിപ്പെടുത്താനും ലോകത്താകമാനമുള്ള നൂതന സാങ്കേതിക ആശയങ്ങളെ നമ്മുടെ ശാസ്ത്ര വിജ്ഞാന വ്യവസ്ഥയിലേക്ക് സന്നിവേശിപ്പിക്കാനും കഴിയുന്ന ഒന്നായി ഈ ശാസ്ത്ര കോൺഗ്രസ് മാറണം. ടെക്നോളജി ട്രാൻസ്ഫോർമേഷൻ ഫോർ എ ഗ്രീൻ ഫ്യൂച്ചർ എന്നതാണല്ലോ ഈ കോൺഗ്രസിൻ്റെ ആപ്തവാക്യം. ശാസ്ത്രവും സാങ്കേതികവിദ്യയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. ശാസ്ത്രം ഗവേഷണ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന കണ്ടെത്തലുകളാണെങ്കിൽ സാങ്കേതിക വിദ്യകൾ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവയെ പ്രായോഗികമാക്കാനായി സൃഷ്ടിക്കപ്പെടുന്നവയാണ്. മോട്ടോർ വാഹനങ്ങളും കമ്പ്യൂട്ടറുകളും ഇൻ്റർനെറ്റും എല്ലാം രൂപപ്പെട്ടു വന്നത് മാനവരാശിയുടെ മാറുന്ന ആവശ്യങ്ങൾക്കനുസരിച്ചാണ്. ഇത്തരത്തിൽ ഡിമാൻഡ് ബേസ്ഡ് ആണെന്ന് പറയുമ്പോഴും സാങ്കേതികവിദ്യയും ശാസ്ത്ര ഗവേഷണ ഫലങ്ങളും ലോകമാകെയുള്ള ജനതയ്ക്ക് എത്ര കണ്ട് ഉപകാരപ്പെടുന്നു എന്നത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. വാക്സിനുകളുടെ കാര്യം തന്നെ ഒരു ഉദാഹരണം. പല മൂന്നാം ലോക രാജ്യങ്ങൾക്കും ഇന്നും വാക്സിനേഷൻ കൃത്യമായി നൽകാൻ കഴിയുന്നില്ല. അതിൻ്റെ ഭാഗമായി രോഗവ്യാപനങ്ങളും കെടുതികളും അവിടങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? രോഗം മാറ്റാൻ മരുന്ന് കണ്ടെത്തിയാൽ കണ്ടെത്തിയവരുടെ രാജ്യം അതിന് പേറ്റൻ്റ് എടുക്കുകയാണ്. പേറ്റൻ്റ് ചെയ്യപ്പെട്ട മരുന്ന് വാങ്ങണമെങ്കിൽ പല രാജ്യങ്ങളും വലിയ തുക നൽകേണ്ടതായി വരുന്നു. ദരിദ്ര രാജ്യങ്ങൾക്ക് അതിനൊട്ട് കഴിയുന്നുമില്ല. ഈ ഒരു ഘട്ടത്തിൽ ശാസ്ത്ര ഗവേഷണ ഫലങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും
പേറ്റൻറ്റുകൾ സംബന്ധിച്ച് പുതിയ തലത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വരേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ലോകത്തിനാകെ ശാസ്ത്ര ഗവേഷണത്തിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുകയുള്ളൂ. ശാസ്ത്രത്തിനും സാങ്കേതികവിദ്യക്കും യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്നും അത് ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും നമ്മൾ തിരിച്ചറിയണം. ശാസ്ത്ര ഗവേഷണ ഫലങ്ങളെ സാങ്കേതികവിദ്യയാക്കി പരിണമിപ്പിച്ചുകൊണ്ട് പാലസ്തീനിൽ കൂട്ടക്കുരുതികൾ നടത്തിയത് നാം കണ്ടതാണ്. അതുണ്ടാകാൻ പാടുണ്ടോ എന്നത് ശാസ്ത്ര സമൂഹം ചർച്ച ചെയ്യണം. മറ്റൊരു വശത്ത് മഹാമാരികൾക്കെതിരെ നിലകൊള്ളുന്ന വൻമതിലുകളായി ശാസ്ത്രവും സാങ്കേതികവിദ്യയും മാറിത്തീരുന്നതും നാം കാണുന്നു. ഇതിൽ ചെയ്യേണ്ടതേത്, ചെയ്തുകൂടാത്തതേത് എന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. മികച്ച ശാസ്ത്ര അവബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കണമെങ്കിൽ പല നിരക്കുള്ള ഇടപെടലുകൾ ആവശ്യമാണ്. ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കൽ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫണ്ട് ലഭ്യമാക്കൽ, ഗവേഷണ ഫലങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തൽ, അതോടൊപ്പം തന്നെ നാലാം വ്യാവസായിക വിപ്ലവത്തിൻ്റെ കാലത്ത് ഉയർന്നു വരുന്ന നൂതന ആശയങ്ങൾക്കനുസൃതമായ സ്ഥാപനങ്ങൾക്ക് രൂപം നൽകൽ, ഇവയെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അതിനുതകുന്ന ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുമുണ്ട്. ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നാം ഇന്ന് രാജ്യത്തിന് തന്നെ മാതൃകയായി തീർന്നിരിക്കുകയാണ്. 4 സയൻസ് പാർക്കുകൾ സ്ഥാപിക്കുമെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് ഇതിനോടകം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് 3 നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. ഇവയോടനുബന്ധിച്ച് ശാസ്ത്ര ഗവേഷണ രംഗത്ത് പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾ ഉയർന്നു വരാൻ എന്തൊക്കെ നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ചർച്ചകളുണ്ടാകണം. സയൻസ് പാർക്കുകളോട് ചേർന്ന് ഇൻക്യുബേഷൻ ലാബുകൾ സജ്ജമാക്കുന്നത് പുതിയ ശാസ്ത്ര ഗവേഷണ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് ഊർജം പകരും. അത്തരത്തിലുള്ള എന്തെല്ലാം മാതൃകകൾ പിന്തുടരാമെന്ന് ആ കാര്യത്തിലും ചർച്ചകൾ ഉണ്ടാകണം.